നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാർ ചൊക്രമുടിയിലെ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതായി വിവരിക്കുന്ന അടിമാലി സ്വദേശി സിബിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. സ്ഥലം അളന്ന് തിരിച്ചത് മന്ത്രിയെ കണ്ട ശേഷമാണെന്നും മണി MLAയുടെ സഹോദരൻ ലംബോദരനും സമീപത്ത് സ്ഥലം മേടിച്ചതായും ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു. അതേസമയം കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണനാളിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉപ്പുതറ ടൗണിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ മത, സാമുദായിക, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. പീരുമേട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനം റവന്യൂ വിഭാഗം സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചു. പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ റവന്യൂ വകുപ്പിന് നഷ്ടമായ ഭൂമി കണ്ടെത്തുന്നതിന് പ്രത്യേക സർവേ നടത്തിയിരുന്നു. കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിപ്പടിയിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷം. കൃഷിദേഹണ്ഡങ്ങൾ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് പതിവ്. വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ചൊക്രമുടിയിലെ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതായി വിവരിക്കുന്ന അടിമാലി സ്വദേശി സിബിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. സ്ഥലം അളന്ന് തിരിച്ചത് മന്ത്രിയെ കണ്ട ശേഷമാണെന്നും മണി MLAയുടെ സഹോദരൻ ലംബോദരനും സമീപത്ത് സ്ഥലം മേടിച്ചതായും ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ സന്ദേശം വ്യാജമാണെന്നും വിവാദ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയതാണെന്നുമാണ് സിബിയുടെ വിശദീകരണം. അതേസമയം കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ റീസർവേ ഓഫീസിൽ ഇപ്പം നിലവിൽ സ്പെഷ്യൽ ഓർഡറുകളൊന്നും സ്വീകരിക്കണ്ട എന്ന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ സ്പെഷ്യൽ ഓർഡറുകളൊന്നും സ്വീകരിക്കണ്ടെന്ന് കളക്ടറേറ്റിൽ നിന്ന്. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു, സ്ഥലം വളർന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് താമസം വന്നതുകൊണ്ട് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു. മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം വളർന്ന് തിരിച്ചു തരണം, അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സാധനം അളന്നത്. അത് നേരെ കളക്ടർ വന്നു, അത് കളക്ടറേറ്റിൽ വന്നു. കളക്ടറേറ്റിൽ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് താറ്റിക്ക് പോയി അവരത് പരിശോധിച്ച് അവിടുന്ന് അങ്ങനെയാണ് ഈ സ്ഥലം അളന്ന് തിരിച്ചു തരുന്നത്. ചൊക്രമുടിയിൽ 40ഓളം ആളുകൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും സ്ഥലം അളന്നു തിരിക്കുന്നത് വേഗത്തിലായത് റവന്യൂ മന്ത്രിയെ കണ്ട ഓർഡർ സമ്പാദിച്ച ശേഷമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശം. മണിയുടെ സഹോദരൻ ലംബോദരനും സമീപ മേഖലയിൽ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 50 ഏക്കർ ഭൂമി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും കയ്യേറിയെന്നും ഇത് മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നു. അവിടെ ഒത്തിരി ചരിത്രങ്ങളുണ്ട്. ചരിത്രങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഇന്ന് കാണുന്ന ഗ്യാപ്പ് റോഡ് എന്നുള്ള കണ്ടീഷനിൽ ആൾക്കാർ നിൽക്കുന്നു. അന്ന് അവിടെ ഇഷ്ടംപോലെ ജനവാസ മേഖല ഉണ്ടായിരുന്നു. അത് ലംബോദരനൊക്കെ അറിയാലോ കൂടുതൽ വാർത്തകൾ കാര്യങ്ങളൊക്കെ. അതിന്റെ ഈ ലംബോദരൻ താഴെ വന്ന് ഒരേക്കർ പട്ടയവും ബാക്കി 2-3 ഏക്കർ വിരുവൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ആ ലംബോദരൻ നമ്മൾ ആ വിന്റർ ഗാർഡൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അകത്തേക്ക് ഒരു വഴി കയറുന്നുണ്ട്. ലംബോദരൻ പിടിച്ചിട്ടാണ് ഈ നമ്മുടെ വിന്റർ ഗാർഡൻ ഇല്ലേ, റിസോർട്ടില്ലേ, അത് കഴിഞ്ഞ് വൈസംവാലിക്ക് ഇറങ്ങി വരുമ്പോ ഒരു 100 മീറ്റർ കഴിയുമ്പോൾ അകത്തേക്ക് ഒരു വഴി ഉണ്ട്, മണ്ണോട്. ആ റോഡൻ കയറി ലംബോദരന്റെ ടെന്റ് ക്യാമ്പിങ്ങും പരിപാടിയും അതുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ നിൽക്കുന്നത് ഈ മറ്റേ 50 ഏക്കറിന്റെ കൈയേറ്റം മറയ്ക്കാൻ വേണ്ടി. ഈ മറ്റേ 50 കൈവശം ഞാൻ അറിഞ്ഞത് ഈ സുരേന്ദ്രൻ തന്നെയാണെന്നുള്ളൂ ഞാൻ അറിഞ്ഞേ. അതൊന്നും അല്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഉണ്ടോ? എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, BJP അടക്കമുണ്ട്. അല്ല ഞാൻ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും എന്റെ അത് വെട്ടോൺ ട്രാവൽ എന്ന് ചോദിച്ചപ്പോ രതീഷും കൂടെ കൂടിയാണ് ആ വഴി വെട്ടിയിരിക്കുന്നത്. രതീഷോ? രതീഷും മെമ്പറും കൂടെ. രതീഷിന്റെ പേര് കേസ് എടുത്തിട്ടുണ്ട്, അന്വേഷിച്ചറിയാം. രതീഷും കൂടെ കൂടിയാണ് ആ കാര്യം ചെയ്തേക്കുന്നത്. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം സിബി നിഷേധിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച സന്ദേശമാണ് പ്രചരിക്കുന്നതെന്നാണ് സിബിയുടെ വിശദീകരണം. വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. അലിഗേഷൻസ് വന്നിട്ടുണ്ട്, കയ്യേറ്റമാണെന്നുള്ളത്. അതിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടി വരും. സോ അതിനുവേണ്ടി നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തിയിട്ടാണ് ഇതിനുള്ള ഒരു അന്തിമ ഒരു കണ്ടെത്തലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവായിട്ട് എവിഡൻസ് ഇല്ല.
സോ അതിനു വേണ്ടിയാണ് ആ കൺക്ലൂസീവ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ്. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മുടെ ഇന്റർണൽ ടീമാണ്, നമ്മുടെ തഹസിൽദാർസ് എല്ലാം ഉണ്ടാവും. കമ്മിറ്റി ഫോം ചെയ്യുന്നതേ ഉള്ളൂ, ഫോം ചെയ്തിട്ട് അതേസമയം ചൊക്രമുടി വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പരിസ്ഥിതി സംഘടനകളും പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത്. മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണ നാളിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉപ്പുതറ ടൗണിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ മതസാമുദായിക സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണ നാളിൽ ഉപ്പുതറ ടൗണിൽ ഉപവാസം നടത്തുന്നത്. കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിന് പരിഹാരം കാണേണ്ടത് അധികാരികളുടെ ഔദാര്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മൗലിക അവകാശമാണ്. പരിഹാരം ഉണ്ടാകും വരെ സമരസമിതി ശക്തമായ പ്രക്ഷോഭം തുടരും. ഉപവാസ സമരത്തിൽ മത സാമുദായിക സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരണം കാലപ്പഴക്കം 50 വർഷം പറഞ്ഞൊരു ഡാം അത് ആയുസ് 129 വർഷമായി തുടരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക കാലാവസ്ഥയും അടിക്കടി ഉണ്ടാകുന്ന പ്രത്യേക സൈക്ലോണൊന്നുമല്ല ജനങ്ങളെ മാനസികമായി വല്ലാതെ വിഷമത്തിലാക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നും 79 മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ വാദങ്ങൾ നേടിയെടുക്കുന്നതിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോഴും സുപ്രീം കോടതിയെ പ്രൈവറ്റ് കേസുകളിലൂടെ ഈ വിഷയത്തെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജോ ജോസഫ് അടക്കം കൊടുത്ത കേസിലാണ് നമുക്ക് ഊക്കർ ഉൾപ്പെടെയുള്ളത് കിട്ടിയത് എന്നുള്ളത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ 3ാം ഘട്ട സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് സമരസമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തുടർ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന തിരുവോണ നാളില് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ്. ഈ ഉപവാസ സമരത്തില് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഫാദർ ജോയ് നിരപ്പേലാണ് ഇതിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നതും കാര്യങ്ങള് അന്നത്തെ പരിപാടികൾ നിയന്ത്രിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് അനുകൂലമായ വിധി നേടുത്തുന്ന ഡോക്ടർ ജോ ജോസഫ്, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷക്കീർ മൗലവി, KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി അനിമേറ്ററും പ്രോലൈഫ് അപ്പോസ്തോലേറ്റ് സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയുമായ സാബു ജോസ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി ഇന്ത്യക്ക് വെളിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഡാമുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാം വിഷയം ഏൽപ്പിക്കണമെന്ന ആവശ്യം സമരസമിതി കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഈ ആവശ്യം പ്രധാന നിർദ്ദേശമായി ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ്, ജനറൽ കൺവീനർ CB മുത്തുമാക്കുഴി, കൺവീനർ ജേക്കബ് പനന്താനം, വൈസ് ചെയർമാൻ CS രാജേന്ദ്രൻ, ട്രഷറർ PT ജോസഫ് എന്നിവർ പങ്കെടുത്തു. പീരുമേട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനം റവന്യൂ വിഭാഗം സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചു. പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ റവന്യൂ വകുപ്പിന് നഷ്ടമായ ഭൂമി കണ്ടെത്തുന്നതിന് പ്രത്യേക സർവേ നടത്തിയിരുന്നു. ഇങ്ങനെ കണ്ടെത്തിയ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന വ്യാപാര സ്ഥാപനമാണ് സീൽ ചെയ്തത്. വിനോദസഞ്ചാര കേന്ദ്രമായ പീരുമേട് പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ 110 ഏക്കർ സർക്കാർ ഭൂമി നഷ്ടമായിട്ടുള്ളതായി പീരുമേട് തഹസിൽദാർ മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ ജില്ലാ കളക്ടർ ഉത്തരവിടുകയും തുടർന്ന് പീരുമേട്, മഞ്ചുമല എന്നീ വില്ലേജുകളിലായി 41.5 ഏക്കർ റവന്യൂ ഭൂമി തിരിച്ചുപിടിച്ചതായി റവന്യൂ വിഭാഗം താലൂക്ക് വികസന സമിതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ കണക്കിൽ ഭൂമിയുടെ അളവ് കുറഞ്ഞതായി കണ്ടെത്തിയതോടെ പ്രത്യേക സർവേ നടത്തിയതിലൂടെയാണ് പരുന്തുംപാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത്. പീരുമേട് വില്ലയിൽ സർവേ നമ്പർ 534 ഈ കയ്യേറ്റം കണ്ടെത്തി ഒഴിക്കുന്നതിന് വേണ്ടി കക്ഷിക്ക് നോട്ടീസ്, നിയമാനുസൃതമായ നോട്ടീസുകളെല്ലാം നടത്തി ഈ സ്ഥലവും കെട്ടിടവും ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നു. താലൂക്ക് ഓഫീസർ, വില്ലേജ് ഓഫീസിൻ്റെ സ്റ്റാഫുകളുടെ സാന്നിധ്യത്തിൽ. പീരുമേട് തഹസിൽദാർ സ്ഥലം മാറിപ്പോയതോടെ LA തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരാണ് കയ്യേറ്റം ഒഴിപ്പിച്ച വ്യാപാര സ്ഥാപനം സീൽ വയ്ക്കുകയും നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തത്. കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിപ്പടിയിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷം. കൃഷിദേഹണ്ഡങ്ങൾ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനി ഭാഗത്താണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയായാൽ കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ വ്യാപകമായി ഏലം, വാഴ തുടങ്ങിയ കൃഷികൾ നശിപ്പിക്കുകയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ വന്യജീവി ആക്രമണം മേഖലയിൽ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു.
എന്നാൽ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഭയങ്കര ശല്യം, 10-20 കുഞ്ഞുങ്ങളുമായിട്ടാണ് കയറി പോകുന്നത് കൂട്ടത്തോടെ. നേരം രാവിലെയൊക്കെ ഞാൻ മിറ്റം ഓടിക്കാൻ ഇറങ്ങി വരുമ്പോൾ പന്നി ഇതിലെ ഇരച്ച് കയറി പോകുന്നത്. ഈ വഴുതെല്ലാം പന്നി കയറിപ്പോയ പാടുകളാണ് വീണ്ടും ഇടിഞ്ഞു കിടക്കുന്നത്. ഒരു സാധനമില്ല, മുഴുവൻ കളഞ്ഞു. തേങ്ങയൊക്കെ പൊതിച്ച് തിന്നേക്കുന്നേ പക്ഷേ ഇല്ല, എല്ലാം കുത്തി ഇളക്കി കളഞ്ഞിരിക്കുക. ചേനയോ ഒന്നുമില്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഗുണമാകുന്നില്ലെന്നേ ഉള്ളൂ. കാട്ടുപന്നികൾ കയറാതിരിക്കാൻ കൃഷിയിടങ്ങളിൽ കമ്പിവേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകർത്താണ് കാട്ടുപന്നിക്കൂട്ടം കൃഷിയിടത്തിൽ കിടക്കുന്നത്. അധികൃതർ ഇടപെട്ട് കാട്ടുപന്നികളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മുട്ടം ശങ്കരപ്പള്ളിക്ക് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ബസ് യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കട്ടപ്പന പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹോളി ഫാമിലി ബസും തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായി തകർന്നു. ബസിന്റെ മുൻഭാഗത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മുട്ടം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ച് പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാറിൽ പരിശോധന നടന്നു. പരിശോധനയിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കോഴിക്കടയിൽ നിന്ന് 3 ചാക്കോളം പാൻ മസാലകൾ പിടിച്ചെടുത്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി വണ്ടിപ്പെരിയാറിലെ സ്കൂൾ പരിസരങ്ങളിലും മറ്റും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 18 പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നവും മറ്റും പോലീസ് പിടികൂടിയത്. വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന കോഴിക്കടയിലായിരുന്നു പരിശോധന. സംഭവത്തിൽ സ്ഥാപനത്തിലെ ജോലിക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മേഖലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടക്കുന്നതായി കാട്ടി നാട്ടുകാർ നേരത്തെ എക്സൈസ് വകുപ്പിന് വിവരം നൽകിയിരുന്നു. എന്നാൽ എക്സൈസ് വകുപ്പ് കാര്യമായ നടപടി സ്വീകരിച്ചില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാർ പോലീസിനെ സമീപിച്ചത്. ഓണവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗൺ, ചന്തകൾ, പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പച്ചക്കറി, പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടന്നു. ഓണക്കാലത്ത് പച്ചക്കറി, പലചരക്ക് സാധനങ്ങളുടെ വില വർധനവ് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ 82,000 രൂപ പിഴ ഈടാക്കി. ഓണക്കാലത്ത് പച്ചക്കറി, പലചരക്ക് സാധനങ്ങളുടെ വില വർധനവ് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മൂന്നാർ ടൗൺ, ചന്തകൾ, പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പച്ചക്കറി, പലചരക്ക് സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിന്റെ പേരിൽ 82,000 രൂപ പിഴ ഈടാക്കി. സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പരിശോധനയിൽ പങ്കെടുത്തു. വിവിധ വകുപ്പുകളിലായി 52 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 39 ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് 82,000 രൂപ പിഴ ഈടാക്കിയത്. കാലത്തോടനുബന്ധിച്ച് പൊതുവിപണികളിൽ പരിശോധന നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയുടെ മീറ്റിംഗിൽ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായിട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ തൊടുപുഴ മാർക്കറ്റിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൂന്നാറിലാണ് സംയുക്ത പരിശോധന നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കടകളിൽ കയറുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ FSI 2 ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇവിടെ ലീഗൽ മെട്രോളജിയുടെയും ക്രമക്കേടുകൾ കണ്ടെത്തിയത് പാക്കിംഗ് ആൻഡ് ലേബലിംഗ് സംബന്ധിച്ചുള്ളതാണ്. അതിൻ്റെ പിഴ ഈടാക്കിക്കൊണ്ടിട്ടുണ്ട്. പരിശോധന ഇനിയും ഉള്ള ദിവസങ്ങളും പോകുന്നതാണ്. സ്ക്വാഡിൽ ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ, ഉടുമ്പൻചോല താലൂക്ക് സപ്ലൈ ഓഫീസർ റോയ് തോമസ്, ഉടുമ്പൻചോല റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ബിനീഷ് ആർ, അജേഷ്, ദേവികുളം ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ആൻമേരി ജോൺസൺ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ കെ ഷാജൻ, ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ സഞ്ജയ് നാഥ്, ദേവികുളം റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ ജയകുമാർ, സുധാകുമാരി എന്നിവരും പങ്കെടുത്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധന നടത്തും. കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും പെർമിറ്റ് ലഭിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സംഗമവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സംഗമം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭയിൽ 30ഓളം സ്റ്റാൻഡുകളിലായി 578 പെർമിറ്റ് ലഭിച്ച ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തുന്നത്. നഗരസഭ ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ഓട്ടോ സ്റ്റാൻഡ് പെർമിറ്റ് വിതരണം ചെയ്യുന്നതിനായി അപേക്ഷ സ്വീകരിക്കുകയും 578 പേർക്ക് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ലഭ്യമായ അപേക്ഷകൾ ഓഫീസ് തലത്തിൽ പരിശോധിക്കുകയും കട്ടപ്പന ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന് കൈമാറുകയും ചെയ്ത പരിശോധനയിൽ അപാകതകൾ ഉള്ള അപേക്ഷകരെ അറിയിച്ച
അപാകതകൾ പരിഹരിച്ച് ഫീസ് അടപ്പിച്ചാണ് പെർമിറ്റുകൾ വിതരണം ചെയ്തത്. പെർമിറ്റ് ലഭിച്ച തൊഴിലാളികളുടെ സംഗമവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുമാണ് നഗരസഭാ ഹാളിൽ നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സംഗമം ഉദ്ഘാടനം ചെയ്തു. ട്രാഫിക് SI ബിജു ടി, പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ S എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. കൃത്യമായ നിയമപരമായ രീതിയിൽ തന്നെ നടക്കണം. ഇപ്പോൾ ഈ ബോധവൽക്കരണ ക്ലാസ് എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതില്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അത് മദ്യപിച്ച് വാഹനം ഓടിക്കുക. നമ്മുടെ സ്റ്റേജ് കാര്യമാണ് നിങ്ങൾ ഓടിക്കുക. അതായത് ഫെയർ സ്റ്റേജ് നിശ്ചയിച്ചിട്ട് ആളുകളുടെ സുരക്ഷയോടുകൂടി ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് വാഹനവുമായി പോയി അവരെ സുരക്ഷിതമായി അവരെ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ആ ജോലിക്ക് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്. ഭയങ്കര അഭിമാനം തോന്നിയ ഒരു കാര്യമാണ്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഞാൻ എടുത്തോണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓട്ടോ പോയി വിളിച്ചുകൊണ്ട് വന്നു. 2 മിനിറ്റ് പോലും എടുത്തില്ല. ഞങ്ങൾ ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയി. ഇപ്പോഴും ആ ഓട്ടോ ആ ചേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിലവിട്ടു. അതുകൊണ്ട് തന്നെ കട്ടപ്പനയുടെ ഓട്ടോക്കാരെ സംബന്ധിച്ച് അവരുടെ ബസ് സ്റ്റാൻഡിലേക്ക് അറിയാം. അവരും അവരുടെ ലഗേജുകൾ വന്നു വച്ചേക്കുന്ന ലഗേജുകൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഓട്ടോയിൽ അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ അവരുടെ ലഗേജ് തിരികെ കൊണ്ട് കൊടുത്ത് അങ്ങനെ വളരെ മാതൃകാപരമായ പെരുമാറ്റമാണ് കട്ടപ്പനയുടെ ഓട്ടക്കാർ കാണിക്കുന്നത്. നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. കൗൺസിലർമാരായ പ്രശാന്ത് രാജു, രാജൻ കാലാച്ചിറ, സോണിയ JB, ട്രേഡ് യൂണിയൻ നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ, MC ബിജു, PP ഷാജി, രാജൻകുട്ടി മുതുകുളം തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങായി യൂത്ത് കോൺഗ്രസ് ഉപ്പേരി ചലഞ്ച് സംഘടിപ്പിച്ചു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് 30 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഉദ്യമത്തിലേക്ക് പണം സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ഉപ്പേരി ചലഞ്ച് നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് 30 വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇതിലേക്കുള്ള ധനസമാഹരണാർത്ഥമാണ് ചലഞ്ച് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചലഞ്ച് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് ആൾക്കാർ മരിച്ച ഒരു വലിയ ദുരന്തം. ആ ദുരന്തത്തിൽ ഒരുപാട് വീട് നഷ്ടപ്പെട്ട, ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ഒരുപാട് പേര് മാർഗങ്ങളില്ലാതെ നിൽക്കുമ്പോൾ അവർക്കൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെ 30 വീടുകൾ നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ചു നൽകുകയാണ്. അതിന്റെ ഭാഗമായി ഉള്ള ഫണ്ട് കളക്ഷന്റെ ഭാഗമായാണ് കട്ടപ്പന യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഉപ്പേരി ചലഞ്ച് നടത്തി വരുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക് ആദ്യ വിൽപ്പന നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ്, മണ്ഡലം സെക്രട്ടറിമാരായ ബിബിൻ ബിജു, അമൽ ബിജു, ആൽബർട്ട്, ജസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർ പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ 2008-2009 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി വെള്ളാർമല സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലാ കളക്ടർക്കും കൈമാറി. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2008-2009 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ കളക്ട് ചെയ്ത കുറേ പുസ്തകങ്ങൾ, ടെക്സ്റ്റ് ബുക്സ് വയനാട്ടിലെ പുതിയതായി നിർമ്മിക്കുന്ന സ്കൂളും അവിടെ ആരംഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വർധനവും എല്ലാം രൂപപ്പെടുത്തി വരുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകുന്നതിന് ആഗ്രഹിച്ചാണ് ഇന്ന് കളക്ടറേറ്റിൽ എത്തിയത്. അത് കളക്ടറും ഞാനും കൂടെ ഏറ്റുവാങ്ങുകയുണ്ടായി. ഇതിൽ കാണുന്നൊരു സന്ദേശം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ, വിദ്യാർത്ഥികളെ കൂടുതൽ ആകർഷിക്കത്തക്ക വിധത്തിൽ സഹായകമായി നിൽക്കുന്ന ഒരു ഘടകം പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഈ വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ പോലും ഇത്ര ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആൽബിൻ വർഗീസ്, സുബിൻ ദാസ്, ജസ്ന K ജോസഫ്, വിപിൻ ജോയി, ജോമോൻ പൊടിപാറ, ഷാരോൺ TR, ആതിര ശ്രീധരൻ, രാധിക എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം വയനാട്ടിലെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ആ ഉണ്ടായ ഒരു ആഘാതത്തിൽ നിന്നും ഒരു മോചനം നേടിക്കൊടുക്കുക എന്നതും അതോടൊപ്പം തന്നെ ആ ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാൻ മലയാളിയുടെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നും കേരളമൊട്ടാകെയുള്ള യുവജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ള സന്ദേശം കൂടി നൽകുവാനാണ് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ മുൻപോട്ട് വന്നത്. ഇനിയും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആ കുരുന്നുകൾക്കും ആ നാടിനും വേണ്ടി എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതും ആയിരിക്കും. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ ഓണാഘോഷം സെപ്റ്റംബർ 14 നടക്കും. സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ കട്ടപ്പന മിനി സ്റ്റേഡിയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുക. സാംസ്കാരിക സംഗമം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ പ്രതിഭകളെ ആദരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം ചെയ്യും. ഓണാഘോഷം സെപ്റ്റംബർ 14-ാം തീയതി 4 മണിക്ക് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടക്കും. ഈ സാംസ്കാരിക സമ്മേളനം ഈ പ്രശസ്ത കവിയായ ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോൻ പ്രതിഭകളെ ആദരിക്കും. കട്ടപ്പന ചെയർപേഴ്സൺ ബീന ടോമി ശുചീകരണ തൊഴിലാളികൾക്കുള്ള ഓണക്കോടി വിതരണം നടക്കും. കവി സുഗതൻ കരുവാറ്റ, കഥാകൃത്ത് മോവിൻ മോഹൻ, മാധ്യമപ്രവർത്തകൻ MC ബോബൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സുജിലാൽ, രക്ഷാധികാരിമാരായ KV വിശ്വനാഥൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, സംഘം പ്രസിഡന്റ് ടോമി ആണിക്കാമുണ്ടയിൽ, സംഘ സെക്രട്ടറി ജാക്സൺ സ്കറിയ, വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് മ്യൂസിക്കൽ ട്രീറ്റ്, പായസ വിതരണം എന്നിവയും വൈകിട്ട് 7:30 ഫോക്ലോർ അക്കാദമി അവാർഡ് രാഹുൽ കൊച്ചാത്തി സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻ പാട്ടും അരങ്ങേറും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റും കവിയുമായ സുഗതൻ കരുവാറ്റ, കേരള സാഹിത്യ അക്കാദമി അംഗവും കഥാകൃത്തുമായ മോബിൻ മോഹൻ, മാധ്യമപ്രവർത്തകനും കലാകാരനുമായ MC ബോബൻ, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സൂരിലാൽ, രക്ഷാധികാരികളായ KV വിശ്വനാഥൻ, ഷാജി നെല്ലിപ്പറമ്പിൽ, സംഘം പ്രസിഡന്റ് ടോമി ആനിക്കാമുണ്ടയിൽ, സെക്രട്ടറി ജാക്സൺ സ്കറിയാത്ത് തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് മ്യൂസിക്കൽ ട്രീറ്റ്, പായസ വിതരണം എന്നിവയും വൈകിട്ട് 7:30 ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻ പാട്ടും അരങ്ങേറും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക റാലി ഒഴിവാക്കിയാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ നടക്കുക. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരി KV വിശ്വനാഥൻ, പ്രസിഡന്റ് സിജോ എവറസ്റ്റ്, ജനറൽ സെക്രട്ടറി S സൂരിലാൽ, ഭാരവാഹികളായ ടോമി ജോസഫ് ആനിക്കാമുണ്ടയിൽ, സൈജോ ഫിലിപ്പ്, സന്തോഷ് കൂടക്കാട്ട എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി 2024 കർഷക ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ചന്ത തുറന്നിട്ടുള്ളത്. കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് പൊതുമാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ ആളുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ചന്ത തുറന്നിട്ടുള്ളത്. കർഷക ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു. കാർഷിക വിപണിയിൽ ഏറ്റവും വില കുറച്ച് തന്നെ പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ നല്ല ആളുകളിലേക്ക് എത്തിക്കുകയാണ്. ഈ ഒരു പ്രവർത്തനം എല്ലാ വർഷവും നടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ 2024 വർഷത്തിലും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷി മുഖേന നടത്തുന്ന ഈ കാർഷിക വിള ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കാർഷികോൽപ്പന്നങ്ങളടക്കം കർഷക ചന്തയിലൂടെ വിൽപ്പന നടത്തുന്നുണ്ട്. ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉപ്പുതറ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചു. നേന്ത്രക്കായ ഉൾപ്പെടെ 30% വിലക്കുറവിലാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഓണവിപണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ഉപ്പുതറ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഓണസമൃദ്ധി 2024 എന്ന പദ്ധതി വഴിയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം. കർഷകരിൽ നിന്നും 10% വിലയിലധികം ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ 30% താഴെ വില കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. എല്ലാ കൃഷിഭവനുകളിലും ഓണച്ചന്ത ഈ വർഷം ഈ സമയത്ത് നടത്തപ്പെടുകയാണ്. കർഷകരിൽ നിന്നും അതുപോലെ തന്നെ ഹോർട്ടികോർപ്പിൽ നിന്നും എത്തിച്ചിരിക്കുന്ന വിവിധ ഇനം പ്രാദേശികമായതും അല്ലാത്തതുമായിട്ടുള്ള പച്ചക്കറികളുടെയും പഴവർഗ്ഗം കിഴങ്ങുവർഗ്ഗങ്ങളുടെയും വിപണനമാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. കർഷകരിൽ നിന്ന് 10% വിലക്കുറവിൽ സംഭരിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളിവിടെ നിന്ന് കർഷകർക്ക് വിൽക്കുന്നത് 30% വിലക്കുറവിലാണ്. അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് എല്ലാ കർഷകരെയും ഓർമ്മിപ്പിക്കുന്നു. ഹോർട്ടികോർപ്പ് നേരിട്ട് കർഷകരിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളും ഉപ്പുതറ പഞ്ചായത്തിലെ വിവിധ കർഷകരിൽ നിന്ന് ശേഖരിച്ച വിഷരഹിതമായ പച്ചക്കറികളുമാണ് ഓണവിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. വിപുലമായ ആഘോഷങ്ങളോടെ കാഞ്ചാർ ലബക്കട JPM B.Ed കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പ്രകമ്പനം എന്ന പേരിൽ നടന്ന ഓണാഘോഷത്തിൽ കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST ഓണ സന്ദേശം നൽകി.
കാഞ്ചിയാർ ലെബക്കട JPM B.Ed കോളേജിൽ വിപുലമായ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷ പ്രകമ്പനം എന്ന പേരിലായിരുന്നു പരിപാടി. കോളേജിലെ 1ാം വർഷ B.Ed വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഓണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST ഓണ സന്ദേശം നൽകി. തിരുവോണം നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. ഇന്ന് മഹാബലി നമ്മുടെ മുമ്പിൽ വന്ന് പ്രതീകമായിട്ട് പൂക്കളൊക്കെ വിതറി സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഓർമ്മകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന വലിയ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ് മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഓണം എന്ന് പറയുന്നത് സൗഹാർദ്ദത്തിന്റെ, കൂട്ടായ്മയുടെ വലിയൊരു ഓർമ്മയാണ്. B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ചക്കാലയിൽ CST, കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ എന്നിവരും ഓണസന്ദേശം നൽകി. ഓണക്കാലത്തിന്റെ മഹനീയത വിളിച്ചോതുന്ന വിവിധ ഓണപ്പാട്ടുകളും മാവേലിയുടെ സാന്നിധ്യവും ഓണാഘോഷത്തെ കൂടുതൽ മനോഹരമാക്കി. തുടർന്ന് ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലളിതമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അത്തപ്പൂക്കളമിട്ടും ഓണസദ്യയൊരുക്കിയുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഓണാഘോഷം സംഘടിപ്പിച്ചത്. പീരുമേട് DYSP വിശാൽ ജോൺസൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ അജേഷ് KR എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണസദ്യയും നടന്നു. സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. കട്ടപ്പന കൊച്ചുതോവാള സെന്റ് ജോസഫ് LP UP സ്കൂളുകൾ സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ നടത്തി. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഓണസദ്യയും സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിനെത്തിയ മാവേലിക്ക് സ്വീകരണവും കുട്ടികൾ നൽകി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് വലിയകുന്നത്ത് ഓണസന്ദേശം നൽകി. വയനാടിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ പോലും ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ ഓണാഘോഷം ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും കുട്ടികളുടെ ഉള്ളിൽ ഈ ഒരു സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. UP സ്കൂൾ PTA പ്രസിഡന്റ് സിച്ചു ചക്കുമൂട്ടിൽ, LP സ്കൂൾ PTA പ്രസിഡന്റ് ഉല്ലാസ്, MPTA പ്രസിഡന്റ് പ്രിയ പ്രതീഷ്, UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ലൂസി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികളുടെ ഓണാഘോഷ പരിപാടികളും തുടർന്ന് നടന്നു. കട്ടപ്പന സെന്റ് മാർത്താസ് നഴ്സറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആർപ്പോ 2K24 എന്ന പേരിലാണ് ഓണാഘോഷ പരിപാടി നടത്തിയത്. സ്കൂൾ മാനേജർ സിസ്റ്റർ വിനയ അധ്യക്ഷത വഹിച്ച ആഘോഷ പരിപാടി പ്രസ് ക്ലബ് പ്രസിഡന്റ് MT വിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഓണാഘോഷ പരിപാടിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട്
നമ്മുടെ ഫ്ലൈറ്റിലും അതുപോലെ തന്നെ മഹാമാരിയിലും ഉഴലുന്ന ആൾക്കാർക്കൊരു കൈത്താങ്ങായി നമ്മൾ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഓണാഘോഷം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷവും നമ്മുടെ വയനാട്ടിലെ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് ആദരവർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മെറിൻ, ഐവാൻ ഷിനോച്ച് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി കുട്ടികളും രക്ഷിതാക്കളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. 50% സബ്സിഡിയിലാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. സയൻസ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തനവുമായി മുന്നേറുന്ന സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഓണത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് കിറ്റുകൾ നൽകിയത്. അരി മുതൽ എല്ലാ സാധനങ്ങളും അടങ്ങിയ 3000-ലധികം രൂപയുടെ കിറ്റാണ് 50% സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തത്. കിറ്റിനോടൊപ്പം തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. സ്വരാജ് സയൻസ് പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എത്ര വലിയ വീക്ഷണത്തോടുകൂടി എന്ത് സംരംഭം തുടങ്ങിയാലും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സന്നദ്ധരായ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യം വിജയിക്കുകയുള്ളൂ. അപ്പം നമുക്കിന്ന് വളരെ സന്തോഷമാണ് ഈ ഓണത്തിന് ഒരു പകുതി വിലയ്ക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടുക, അത് ഉപയോഗിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ സന്തോഷം നമ്മുടെ ഓരോ കുടുംബത്തിനും ഒക്കെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കുട്ടികൾക്ക് പഠനോപകരണം, വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ, ലാപ്ടോപ്പ്, കർഷകർക്ക് ജൈവവളം, കാർഷികോപകരണങ്ങൾ, സ്കൂട്ടറുകൾ, മാലിന്യ സംസ്കരണത്തിനായുള്ള ഇനോക്കുലറുകൾ തുടങ്ങിയവ വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചത്. പരിപാടിയിൽ സീഡ് സൊസൈറ്റി കാഞ്ചിയാർ കോർഡിനേറ്റർ ജാൻസി ഷാജി, ജില്ലാ റീജിയണൽ കോർഡിനേറ്റർ ബീന സിന്തോൾ, സണ്ണി വെങ്ങാലൂർ, ജോയി ഈഴക്കുന്നേൽ, സിനി സാബു തുടങ്ങിയവർ സംസാരിച്ചു. ആൻസി തോമസ്, ആൻസി ജോസ്, സുധർമ്മൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പ്രതീക്ഷ ഭവനിൽ ഓണാഘോഷവും സക്ഷൻ മെഷീൻ വിതരണവും നടന്നു. ക്ലബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന പ്രതീക്ഷ ഭവനിൽ ഓണാഘോഷവും സക്ഷൻ മെഷീൻ വിതരണവും സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന നടപ്പിലാക്കുന്ന ഓൾഡ് ഏജ് ഹോം സന്ദർശനത്തിന്റെ ഭാഗമായി അശരണരോടൊപ്പം അല്പനേരമെന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഓണാഘോഷം. കൂടാതെ അന്തേവാസികളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സക്ഷൻ മെഷീൻ പ്രതീക്ഷ ഭവൻ ഭാരവാഹികൾക്ക് ക്ലബ് പ്രസിഡന്റ് ബൈജു എബ്രഹാം കൈമാറി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പരിപാടിയിൽ അസിസ്റ്റന്റ് ഗവർണർ PM ജോസഫ്, ക്ലബ് സെക്രട്ടറി ബൈജു ജോസ്, മീഡിയ ചെയർമാൻ മിഥുൻ കുര്യൻ, റോയി മാത്യു എന്നിവർ പങ്കെടുത്തു. ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കാല സഹായഹസ്തമൊരുക്കി വണ്ടിപ്പെരിയാർ ഡ്രീംസ് ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനടുത്ത് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ ശുചിത്വത്തിനായി പ്രവർത്തിക്കുന്നവരാണ് ശുചീകരണ തൊഴിലാളികൾ. ഇവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനങ്ങൾ നിലച്ചാൽ നമ്മുടെ നാട് മലിനസമാകും. ഇവർക്ക് സഹായഹസ്തവുമായാണ് വണ്ടിപ്പെരിയാർ ഡ്രീംസ് ഫാമിലി അസോസിയേഷൻ രംഗത്തെത്തിയത്. അസോസിയേഷന്റെ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശുചീകരണ തൊഴിലാളികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ നടന്ന കിറ്റ് വിതരണ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് M ഉദയസൂര്യൻ അധ്യക്ഷത വഹിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധിയായ ഇത്തരത്തിലുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ
അവരെല്ലാവരും ഇത്തരത്തിൽ ആഴ്ചയിൽ ശേഖരിക്കുന്ന പൈസകൾ അതെല്ലാം അവരുടെ ആ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം, അംഗങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം, അവർക്ക് എൻജോയ്മെന്റിന് വേണ്ടി മാത്രം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ആഴ്ചകളും സ്വരുക്കൂട്ടുന്ന ചെറിയ ചെറിയ ശേഖരണങ്ങൾ അത് മറ്റുള്ള സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഈ സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു മാതൃകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം വിജയകുമാരി ഉദയസൂര്യൻ, ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകരായ CH അഫ്സൽ, SV ശ്യാംകുമാർ, അസോസിയേഷൻ ഭാരവാഹികളായ മീനാവതി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഓണത്തിന് കേരളത്തിനായി പൂക്കാലം ഒരുക്കുന്ന ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ. തേനി ജില്ലയിലെ പള്ളവരായൻപട്ടി. പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന പള്ളവരായൻപട്ടിയുടെ ഗ്രാമക്കാഴ്ചകൾ കാണാം. പള്ളവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കെത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ്. ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയുമൊക്കെ പൂക്കുന്ന പാടങ്ങൾ. കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമൊക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട്. എന്നാലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ. ഓണക്കാലമാണ് പ്രധാന വിപണി. அதாவது ஒரு 30 இல்லை கிராய்க்கு போனால் 100 ரூபா கூட போகலாம். 100 எடுப்போம். அது விலை வந்து இந்த ஒரு வாரம், இந்த ஓணம் டைம் மட்டும்தான் கிடைக்கும். மற்ற டைம்லாம் கொஞ்சம் நல்லா தான். நாங்கள் இந்த தோட்டத்தோடைய விவசாயிகள். இப்போ இதுக்கு நார்மலு 20-30 விலை போகுது. கேரளாவில் ஓணம் கொண்டாடுனாங்கன்னா எங்களுக்கு 100 ரூபா 150 ரூபா வரைக்கும் விலை போகும். அந்த ஓணத்துக்காண்டி நாங்களும் எதிர்பார்த்து நிற்கிறோம். விவசாயி இப்போதைக்கு செஞ்சது அறுவடை செய்யாமல் இருக்கு. പള്ളവരായൻപട്ടിയിലെ 500ഓളം കർഷകർ 1000 ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നുണ്ട്. കർഷകർ പള്ളവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത്. ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും. ചെണ്ടുമല്ലിക്ക് 30, ജമന്തി 150, വാടാമല്ലി 120, മുല്ല 900 എന്നിങ്ങനെയാണ് നിലവിലെ വില. മറ്റു സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാടുകളാണ് ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ പേറുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട 76, വിൽപ്പനയ്ക്ക് വന്നത് 12,195, വിൽപ്പന നടന്നത് 9,738, കൂടിയ വില 2,561, ശരാശരി വില 2,156. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില 1,700. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,705 രൂപ, വെള്ളി 91.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മൂന്നാർ ചൊക്രമുടിയിലെ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതായി വിവരിക്കുന്ന അടിമാലി സ്വദേശി സിബിയുടെ ശബ്ദ സന്ദേശം പുറത്ത്. സ്ഥലം അളന്ന് തിരിച്ചത് മന്ത്രിയെ കണ്ട ശേഷമാണെന്നും എം എം മണി MLAയുടെ സഹോദരൻ ലംബോദരനും സമീപത്ത് സ്ഥലം മേടിച്ചതായും ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു. അതേസമയം കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റിയെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ. മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണനാളിൽ ഉപവാസ സമരം സംഘടിപ്പിക്കും. രാവിലെ 10 മണി മുതൽ ഉപ്പുതറ ടൗണിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ മത, സാമുദായിക, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. പീരുമേട് പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണമെന്ന് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനം റവന്യൂ വിഭാഗം സീൽ ചെയ്ത് നോട്ടീസ് പതിച്ചു. പരുന്തുംപാറയിൽ കയ്യേറ്റത്തിലൂടെ റവന്യൂ വകുപ്പിന് നഷ്ടമായ ഭൂമി കണ്ടെത്തുന്നതിന് പ്രത്യേക സർവേ നടത്തിയിരുന്നു. കാഞ്ചിയാർ മറ്റപ്പള്ളി കോളനിപ്പടിയിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷം. കൃഷിദേഹണ്ഡങ്ങൾ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിക്കുന്നത് പതിവ്. വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.